वासुदेव भक्तिमुक्तिदायकं रामकृष्ण वासुदेव भक्तिमुक्तिदायकं जानकी मनोहरं सर्वलोकनायकं जानकी मनोहरं सर्वलोकनायकं शङ्करादिसेव्यमान पुण्यनाम कीर्तनं शङ्करादिसेव्यमान पुण्यनाम कीर्तनं राम 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 नाम तारकं राम 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 नाम तारकं रामकृष्ण वासुदेव भक्तिमुक्तिदायकं जानकी मनोहरं सर्वलोकनायकं शङ्करादिसेव्यमान पुण्यनाम कीर्तनं शङ्करादिसेव्यमान पुण्यनाम कीर्तनं राम 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 नाम तारकं राम 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 नाम तारकं रामकृष्ण वासुदेव भक्तिमुक्तिदायकं रामकृष्ण वासुदेव भक्तिमुक्तिदायकं जातिकान्तस्मरणं जय जय राम राम जय बोल सद्गुरु महाराज की जय. ഗജേന്ദ്ര മോക്ഷത്തിന് ശേഷം ഓരോരോ മന്വന്തരങ്ങൾ ഇവിടെ വർണ്ണിക്കുന്നു. അഞ്ചാമത്തെ മന്വന്തരത്തിൽ ഭഗവാൻ ശുഭ്രൻ വികുണ്ഠ ദമ്പതിമാർക്ക് വൈകുണ്ഠൻ എന്ന പേരിൽ അവതാരം ചെയ്ത് തൻ്റെ പ്രിയയായ രമാദേവി പ്രാർത്ഥന ചെയ്തപ്പോൾ വൈകുണ്ഠലോകം നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. രണ്ട് വൈകുണ്ഠം വെച്ചിട്ടുണ്ട് ഭഗവാൻ. ലീലാ വൈകുണ്ഠം. സാധാരണ വൈകുണ്ഠത്തിൽ ശാപതാപം കോപം ഒക്കെ ഉണ്ടാവില്ലേ? ഇവിടെ അതൊക്കെ ഉണ്ടാവാൻ എന്താ കാരണം? ഇത് ലീലയ്ക്കായിട്ട് ഭഗവാൻ ചില ആളുകൾ രണ്ട് വീട് വയ്ക്കാറുണ്ടല്ലോ, എല്ലാവരും അന്ന് നോക്കാൻ ഭാഗത്ത്. അതുപോലെ ഭഗവാൻ ആഫീസ് മുറി പറയാറുണ്ടല്ലോ, ജനങ്ങൾ വന്ന അവരെ കാണാൻ വേണ്ടി ഭഗവാൻ ഒരു ലീലാ വൈകുണ്ഠം ഇവിടെ തയ്യാർ ചെയ്തു. പിന്നെ ആറാമത്തെ മന്വന്തരത്തിൽ ഭഗവാൻ വൈരാജൻ സംബോധി ദമ്പതിമാർക്ക് അജിതൻ എന്ന പേരിൽ ഭഗവാൻ അവതാരം ചെയ്തു. ഈ അവതാരത്തിലാണ് ഭഗവാൻ പാലാഴി മഥനം ചെയ്തു. ഇടയ്ക്ക് കൂർമ്മരൂപമൊക്കെ സ്വീകരിച്ചു പറഞ്ഞപ്പോഴാണ് പരീക്ഷിച്ച് ചോദിക്കുന്നു, യഥർത്ഥം വാ യഥശ്ചാത്ര്യം ദധാര അംബുജരാത്മന. നമ്മളൊക്കെ ഓരോ കർമ്മം കൊണ്ട് മീനായിട്ടും ആമയായിട്ടും നമ്മൾ ജനിക്കും. ഭഗവാനൊക്കെ ഏതാണ് കർമ്മം കൊണ്ട് മീനായിട്ടും ആമയായിട്ട് ജനിക്കാൻ കാരണം ചോദിച്ചപ്പോഴാണ് കർമ്മം കൊണ്ടില്ലേ കരുണ കൊണ്ടാണ് ഭഗവാൻ അവതാരം ചെയ്യുന്നു ഇത് പറഞ്ഞ് ഭഗവാന്റെ കൂർമാവതാര കഥ ഇവിടെ വർണ്ണിക്കുന്നു. യഥാ യുദ്ധേ സുരൈർദേവ വാച്യമാനാശിതായുധൈ ഗതാസവോനി പതിതാഃ നോത്തിഷ്ഠേരൻ സ്മ ഭൂയസഃ യഥാ ദുർവാസസാപാത് സേന്ദ്രാലോകാസ്ത്രയോ നൃപ നിശ്രീകാശ്ചാഭവംസ്തത്ര നേശി വിദ്യാദയ ക്രിയാഃ. ഒരു ദിവസം ഇന്ദ്രൻ തൻ്റെ ഐരാവത്തിൻ്റെ പുറത്ത് കയറി ഘോഷയാത്രയായി വരേണ്ട സമയത്താണ് ദുർവാസ മഹർഷി മഹാലക്ഷ്മി പ്രസാദമായ മാല കൊടുത്തു. മഹാത്മാക്കൾ മാല കൊടുക്കുമ്പോൾ വിനയത്തോടെ സ്വീകരിക്കണം. അങ്ങനെ ഇല്ലാതെ ഇടത്തേക്ക് കൊണ്ട് ആ മാല വാങ്ങി ആനയുടെ പുറത്ത് വെച്ചു. ആനയ്ക്ക് അത് ശല്യമായി. ഉടൻ തന്നെ കാലിലിട്ട് ചവിട്ടി അരച്ച്. ഇത് കണ്ടപ്പോൾ ദുർവാസനക്ക് ദേഷ്യം വന്നു. ഉടനെ ശാപം കൊടുത്തു, നിനക്ക് ഐശ്വര്യം ലക്ഷ്മീ കടാക്ഷം ഇല്ലാതാവട്ടെ ശാപം കൊടുത്തു. അപ്പോൾ എന്തായി? ദേവലോകത്തിന് ദുർഭിക്ഷമായി. ദേവന്മാർക്ക് എല്ലാ ലക്ഷ്മിയും പോയി. അവർക്ക് ശൗര്യലക്ഷ്മി, വീര്യലക്ഷ്മി, വിജയലക്ഷ്മി, സന്താനലക്ഷ്മി, എല്ലാവർക്കും ലക്ഷ്മി കടാക്ഷം വേണ്ടതാണ്. സന്യാസിക്ക് പോലും ജ്ഞാനലക്ഷ്മി വേണം, യോഗികൾക്ക് യോഗലക്ഷ്മി, എല്ലാം ലക്ഷ്മിയാണ്. എല്ലാ ദേവന്മാരും പടുകിഴവന്മാരായി മാറി. ഇന്ദ്രൻ വരുണൻ, ഇന്ദ്രൻ മുത്തശ്ശൻ, വരുണൻ മുത്തശ്ശനായി. അവർ മാർക്കറ്റ് ചെന്നപ്പോൾ അവിടെ ഊർവശി മുത്തശ്ശി, രംഭ മുത്തശ്ശി, അവരും പ്രായമായവരായിപ്പോയി. എല്ലാവരും ബ്രഹ്മാവിൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ദേവന്മാരെ വിളിച്ചുകൊണ്ട് പാലാഴിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ സഹസ്രാർക്കോദയദ്യുതി തേഷാമാവിരഭുദ്രാജന്
1000 സൂര്യനെ പോലെ ഭഗവാൻ പ്രകാശത്തോട് പ്രത്യക്ഷപ്പെട്ടു. ഒരു സൂര്യനെ നോക്കാൻ പറ്റുന്നില്ല, 1000 സൂര്യൻ വന്നാൽ എങ്ങനെ നോക്കാൻ പറ്റും? തേനൈവ മഹസാ സർവേ ദേവ പ്രതിഗതേക്ഷണാഹ. ആ ഭഗവാന്റെ വെളിച്ചത്തിൽ ഒന്നും കാണാൻ പറ്റാതായി. പിന്നെ ബ്രഹ്മാവ് വീണ്ടും സ്തുതിച്ചപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെല്ലാവരും ആദ്യം അസുരന്മാരോട് സന്ധി ചെയ്തോളൂ. അഹോ ബ്രഹ്മൻ അഹോ ശംഭോ ഹന്തബ്രഹ്മൻ അഹോ ശംഭോ ഹേ ദേവ മമ ഭാഷിതം. നിങ്ങളെല്ലാവരും അസുരന്മാരോട് സന്ധി ചെയ്ത് രണ്ടുപേരും ചേർന്ന് മന്ത്രമല ഉയർത്തി കൊണ്ടുവരണം. അത് ഈ പാലാഴിയിലിട്ട് പിന്നെ വാസുകി എന്ന പേരുള്ള പെരുമ്പാവിനെ ചുറ്റി ദേവന്മാരും അസുരന്മാരും ഈ പാലാഴി മഥനം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ആന, കുതിര ഇതൊക്കെ പണ്ട് ഉണ്ടായിരുന്നു, അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ച് കിട്ടും പറഞ്ഞ പോലാണ്. ശരി പറഞ്ഞ് ദേവന്മാരൊക്കെ അസുരന്മാരോട് സന്ധി ചെയ്ത് മന്ത്രമള ഉയർത്തി കൊണ്ടുവന്നപ്പോൾ അവർ അഹങ്കരിച്ചു. ഞങ്ങളുള്ളത് കൊണ്ടാണ് മള വരണു. കാരണം എണ്ണത്തിൽ കൂടുതലാണ് ദേവന്മാർ. അവർ വിചാരിച്ചു ഞങ്ങളുള്ളത് കൊണ്ടാണ് മള വരണു. അസുരന്മാർ പറഞ്ഞു ഞങ്ങൾക്കാണ് കൂടുതൽ ശക്തി, ഞങ്ങളുള്ളത് കൊണ്ടാണ് മള ഇങ്ങനെ വരണു വിചാരിച്ചപ്പോൾ പെട്ടെന്ന് മള ചെന്നു ഇരുന്നു. അപ്പോൾ മലയുടെ അടിയിൽ ദേവന്മാരും അസുരന്മാരും ചമ്മന്തി പോലായി. കുറച്ച് രക്ഷപ്പെട്ട ദേവന്മാർ ഭഗവാൻ വിളിച്ചപ്പോൾ ഭഗവാൻ ആ മല കയ്യിലെടുത്തു. മരിച്ചുപോയ എല്ലാ ദേവന്മാരെയും ഈക്ഷയാ ജീവയാമാസ നിർജരാൻ നിർവ്രണാന്യച. തൻ്റെ കടാക്ഷം കൊണ്ട് തന്നെ അവർ നേരാക്കി. ഇപ്പോഴും അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്താ അമൃതം എവിടെയും ഇല്ല. ഭഗവാൻ ഒരു നോട്ടം നോക്കിയാൽ മതി. തൃക്കന്നാലും ഒന്ന് നോക്കണേ, ഗുരുവായൂരനോട് പ്രാർത്ഥിച്ചാൽ മതി, ഒന്ന് കടാക്ഷം ചെയ്താൽ മതി. അവർക്കത് തോന്നിയിട്ടില്ല. പുറകിൽ വന്നു, മന്ത്രമലയെ പാലാഴിയിലിട്ടു. പിന്നെ വാസുകിയെ വിളിച്ചപ്പോൾ വാസുകി വന്നില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വെറുതെ വിളിച്ചാൽ ഒരാളും വരാറില്ല, എന്തെങ്കിലും പ്രസാദം കിട്ടിയാലേ വരുള്ളൂ ആളുകൾ. ഈ വാസുകിക്കും കുറച്ച് പ്രസാദം, അമൃതം പ്രസാദം തരാൻ പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് വാസുകിയും വന്നു. തേ നാഗരാജ മാമന്ത്യ ഫലഭാഗേന വാസുകിം. അങ്ങനെ വാസുകിയെ മലയിൽ ചുറ്റി ആദ്യം ഭഗവാൻ തലവശത്ത് പിടിച്ചു. അസുരന്മാരോട് പറഞ്ഞു, നിങ്ങൾ വാൾ പിടിച്ചോളൂ. അപ്പോൾ അസുരന്മാർ പറഞ്ഞു, ഞങ്ങൾ വാൾ പിടിക്കില്ലേ. എന്താ കാരണം? പാമ്പിൻ്റെ തലയാണ് ശ്രേഷ്ഠം. ഈ വാള് മലമൂത്ര വിസർജിക്കുന്ന ഈ വാള് ഞങ്ങൾക്ക് ഇഷ്ടമില്ല, ഞങ്ങൾക്കാണ് തലവേണം. ആദ്യം ഈ അസുരന്മാർ സമരം ചെയ്തു. തലവേണം തലവേണം, ഞങ്ങൾക്കെല്ലാം തലവേണം തലവേണം തലവേണം. ഇപ്പോൾ തുടങ്ങുന്നുണ്ടല്ലോ ചില ആളുകൾ ഇടയ്ക്കിടയ്ക്ക് സമരം. അത് തുടങ്ങി വെച്ചിട്ട് അന്ന് അസുരന്മാർ അവരുടെ പരമ്പരക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉടനെ ഭഗവാൻ തല അസുരന്മാരുടെ കയ്യിൽ വിട്ടുകൊടുത്തു, വാൾ പിടിച്ചു. എന്താ കാരണം? ഇടയ്ക്ക് ഈ പാമ്പ് വിഷം ശ്രദ്ധിക്കുമ്പോൾ അത് താങ്ങാനുള്ള കഴിവില്ല ദേവന്മാർക്ക്. അസുരന്മാർക്ക് അതിൻ്റെ ശക്തി ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പതുക്കെ അസുരന്മാരുടെ കയ്യിൽ തല കൊടുത്തു, പിന്നെ വാള പിടിച്ചു. തുടങ്ങിയപ്പോൾ മഹാഗണപതിയെ പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തായി? മല വെള്ളത്തിൽ ആണ്ടുപോയി. വിലോക്യ വിഘ്നേശവിധിം തദേശ്വര ദുരന്തവീര്യോ വിതസാഭിസന്ധി കൃത്വാ വപുഃഖാക്ഷപമദ്ഭുതം മഹത് പ്രവിശ്യതോയം ഗിരിം ഉജ്ജഹാര. ഏത് കർമ്മം ചെയ്താലും മഹാഗണപതിയെ പ്രാർത്ഥിക്കണം. മഹാഗണപതിയെ പ്രാർത്ഥിക്കാതെ ദോഷം കൊണ്ട് പാലാഴിയിൽ അടിയിൽ പോയി മല. വീണ്ടും ദേവന്മാർ ഭഗവാനെ വിളിച്ചപ്പോൾ ഭഗവാൻ ഒരു കൂർമ്മത്തിൻ്റെ രൂപം സ്വീകരിച്ച്, ആമയുടെ രൂപം സ്വീകരിച്ച് അടിയിൽ ചെന്ന് മല ഉയർത്തി കൊണ്ടുവന്നു. ഇപ്പോഴും മല മര്യാദയ്ക്ക് നിൽക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് വീഴുന്നു. അപ്പോൾ മുകളിൽ ഒരു 1000 കൈ കൊണ്ട് പിടിച്ചു ഭഗവാൻ. ഇങ്ങനെ പാലാഴി മഥനം ചെയ്തപ്പോൾ അമൃതം മുറം വിചാരിച്ചിരുന്നു അവർ. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വിഷം വന്നു. ഏത് സത്കർമ്മം ചെയ്യുമ്പോഴും ആദ്യം ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും. അത് തരണം ചെയ്താലേ നമുക്ക് അമൃതം കിട്ടുള്ളൂ. അങ്ങനെ വിഷം വന്നപ്പോൾ എല്ലാ ദേവന്മാരും മഹാദേവനെ പ്രാർത്ഥിച്ചു. ശംഭോ മഹാദേവ ദേവ
शिव शम्भो महादेव देवेश शम्भो शम्भो महादेव देवा बालावनं रत्किरीटं बालमित्राक्षिषादग्धपञ्चेषु कीटं शूलाहतारादिकूटं शुद्धमध्येन्दुचूडं भजे मार्गबन्धुं शम्भो महादेव देवा शिव शम्भो महादेव देवेश शम्भो शम्भो महादेव देवा देवदेव महादेव भूतात्मन् भूतभावना ത്രാഹിനശരണാപന്നാണ് ത്രൈലോക്യദഹനാത്വിഷാത്. എല്ലാവരും മഹാദേവനെ ശരണം പ്രാപിച്ചപ്പോൾ മഹാദേവൻ ആ വിഷം കയ്യിലെടുത്തു. ദേവന്മാരോടും അസുരന്മാരോടും പറഞ്ഞു പേടിക്കേണ്ട പറഞ്ഞിട്ട് പാർവതിയോട് ചോദിച്ചു, ദേവന്മാർക്കും അസുരന്മാർക്കും ഇത് സഹിക്കാൻ വയ്യ, ഞാൻ ഈ വിഷം കുടിച്ചോട്ടെ ചോദിച്ചപ്പോൾ ഭർത്താവ് വിഷം കുടിച്ചോട്ടെ ചോദിക്കുമ്പോൾ ഭാര്യ എന്ത് പറയണം? വേണ്ട അല്ലേ പറയണം, സുഖമായിട്ട് കുടിച്ചോളൂ പറയും. ഇതാ കാരണം പ്രഭാവജ്ഞ അൻവമോദത. വിഷം കഴിച്ചാലും മഹാദേവനക്ക് ഒന്നും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്, മനസ്സിലാക്കിയിട്ടാണ് കുടിച്ചോളൂ പറഞ്ഞത്. അങ്ങനെ വിഷം കുടിച്ചപ്പോൾ എന്തായി? കഴുത്തിൽ നീല കളറായി മാറി. ഇതിലെന്താ മഹാദേവൻ നമ്മളെ പഠിപ്പിക്കുന്നു? വിഷം പറയുന്നത് വിഷമില്ല, അടുത്തവർക്ക് സങ്കടം വരുത്തുന്ന കുത്തുവാക്കുകളാണ് വിഷം. അങ്ങനെയുള്ള കുത്തുവാക്കുകൾ പുറത്ത് പറയേണ്ട, കഴുത്തിൽ വെച്ചാൽ മതി. നല്ല വാക്കുകൾ മാത്രമേ പുറത്ത് പറയാവൂ. അതുകൊണ്ടാണ് പാലാഴിയിൽ നിന്നും ചന്ദ്രൻ വന്നു. ചന്ദ്രനെ ശിരസിൽ വെച്ചു, വിഷം കഴുത്തിൽ വെച്ചു. പരം കണ്ഠേ നേച്ചതി ഗുണദോഷോ ബുധോ ഗൃഹന്ന് എന്നാണ് മഹാത്മാക്കളും. ഗുണവും ദോഷവും വരുമ്പോൾ ഗുണം എടുത്ത് പറയണം, ദോഷം ഉള്ളിലേക്ക് വയ്ക്കണം. അതാണ് കഴുത്തിൽ വിഷമം വച്ച് തലയിൽ ചന്ദ്രനെയും വെച്ചു. വീണ്ടും പാലാഴി വചനം ചെയ്യുമ്പോൾ 8ാമത്തെ സ്കന്ധം 8ാമത്തെ അധ്യായം 8ാമത്തെ ശ്ലോകം 8ാമത്തെ വസ്തുവായി മഹാലക്ഷ്മിയുടെ വരുന്നതായി വരുന്നു. തതശ്ചാവിരഭു സാക്ഷാത് ശ്രീരമാ ഭഗവത്പര രഞ്ജയന്നി ദിശക്കാന്ത്യാ വിദ്യുത് സൗദാമിനി യഥാ. മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദേവന്മാരൊക്കെ സ്തുതിച്ചു. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. ദേവന്മാരുടെ സ്തുതി കഴിഞ്ഞ് മഹാലക്ഷ്മി കയ്യിൽ ഒരു വർണ്ണമാലിയ എടുത്ത് അവിടെ പറഞ്ഞു. അവിടെ അനൗൺസ് ചെയ്തു, മഹാലക്ഷ്മി സ്വയംവരം നടത്താൻ പോകുന്നു. സ്വയംവരം പറഞ്ഞാൽ അർത്ഥം തനിക്ക് ഇഷ്ടപ്പെട്ട ആളെ ഭർത്താവായി സ്വീകരിക്കും, മാളയിട്ട് സ്വീകരിക്കും. പറഞ്ഞാൽ എല്ലാവർക്കും മഹാലക്ഷ്മിയാണ് ആഗ്രഹം. എന്നാൽ മഹാലക്ഷ്മി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണം ഉണ്ടാക്കാൻ അവളോട് ഓടേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ ഒന്ന് നോക്കിയാൽ മതി, പണം കിട്ടിക്കോളും. എല്ലാ ദേവന്മാരും സ്വന്തം കഴുത്ത് നീട്ടി എനിക്ക് എണ്ണുന്ന മാള മഹാലക്ഷ്മി നോക്കി. എല്ലാവരിലും ഒരു ദോഷമുണ്ടായിരുന്നു ഇവിടെ പറയുന്നു. അത് പറയാൻ പോകുന്ന സമയമാവും, ചുരുക്കി പറയാം. നൂനം തപോയസ്യ ന മന്യുവിർജയഃ ജ്ഞാനം ക്വചിത്തച്ഛന സംഗവർജിതം കശ്ചിൻ മഹാസ്തസ്യ ന കാമനിർജയഃ സൈശ്വര കിം പരതോ വ്യപാശ്രയഃ. നല്ല തപസ്സുള്ള ദുർവാസ മഹർഷി അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ തപസ് എന്നിട്ട് എന്താ കാര്യം? ഇടയ്ക്കിടയ്ക്ക് ശുദ്ധിയെടുക്കും. കൂടുതൽ ശുദ്ധിയെടുക്കുന്ന ആളെ വിവാഹം കഴിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്, വേണ്ട വെച്ചു. ജ്ഞാനം ക്വചിത്ത് നല്ല ജ്ഞാനമുള്ള ആളായിരുന്നു ശുക്രാചാര്യൻ, നല്ല ഉപദേശത്തെ കൊടുക്കുന്ന ആളാണ്. പക്ഷേ എന്നാൽ സംഘവർജിതം, തൻ്റെ മകളോട് കൂടുതൽ സ്നേഹമുള്ള ആളാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? തൻ്റെ മകളുടെ ഭർത്താവ് ഏതോ ദ്രോഹിച്ചപ്പോൾ ചെയ്തു, സ്വന്തം മരുമകളെ തന്നെ കിഴവണാൻ പോകണമെന്ന് ചോദിച്ചു. സ്വന്തം മരുമകളെ കിഴവണാവട്ടെ പറഞ്ഞാൽ വൃദ്ധനാവട്ടെ ചോദിച്ചാൽ ആർക്കാണ് ബുദ്ധിമുട്ട്? മകൾക്കല്ലേ. ഇതുപോലും ആലോചനയില്ലാതെ ചതിക്കുന്ന ആളാണ്, ജ്ഞാനമില്ലാത്ത ആളാണ്. അതുകൊണ്ട് അത് വിട്ടു. കശ്ചിൻ മഹാസ്തസ്യ നല്ല മഹാനായിട്ടിരിക്കുന്നു ബ്രഹ്മാവ്. പക്ഷേ ചന്ദ്രൻ അതേപോലെ അവർക്ക് കാമജയം ഇല്ല. ന കാമനിർജയ സ ഈശ്വര കിം പരതോ വ്യപാശ്രയ. ദേവരാജനായി വർത്തിക്കുന്നു ഇന്ദ്രൻ. പക്ഷേ എന്ത് ചെയ്യട്ടെ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ സ്വയം അത് നേരിടാനുള്ള കഴിവില്ല. ഉടനെ ബ്രഹ്മാവിൻ്റെ അടുത്ത് ഓരോ അടുത്ത് ചെന്ന് ചോദിക്കുന്ന ആളാണ്. അടുത്തവരെ ആശ്രയിച്ച് ജീവിക്കുള്ളൂ. അതുകൊണ്ട് ഇന്ദ്രനും വേണ്ട വിചാരിച്ചു.
പിന്നെ നല്ല ധർമ്മമുള്ള ആൾ അവിടെ ഉണ്ടായിരുന്നു, ധർമ്മരാജൻ. ധർമ്മക്വചിത്തത്ര ഭൂത സൗഹൃദം. ധർമ്മം ഉണ്ടായിട്ട് എന്താ കാര്യം? ഭൂത സൗഹൃദമില്ല. എല്ലാവരും ഹിംസിക്കുന്ന ആ പരശുരാമനെ കൂടി വയ്ക്കാം. പരശുരാമനക്ക് ധർമ്മമൊക്കെ ഉണ്ട്, ഭൂത സൗഹൃദമില്ല. ഭൂത സൗഹൃദം ത്യാഗക്വചിത്തത്ര മുക്തികാരണം. നല്ല ത്യാഗമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ശിവി ചക്രവർത്തി, പണ്ടൊക്കെ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ ഈ ശിവി ചക്രവർത്തി നല്ല മഹാത്മാക്കളുടെ കഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരൊക്കെ ഇല്ലേ, എന്തൊക്കെയാണ് കഥ വന്നിച്ചിരുന്നു, കള്ളന്മാരുടെ കഥയൊക്കെ അവിടെ വച്ചിരിക്കുന്നു. ത്യാഗക്വചിത്തത്ര, തന്നെ ശരണം പ്രാപിച്ച പക്ഷിക്ക് വേണ്ടി സ്വന്തം മാംസം പോലും വെട്ടി തരാസിൽ വെച്ചാൽ ആളാണ് ശിവി ചക്രവർത്തി. അത്രയും ത്യാഗം ചെയ്തിട്ട് എന്ത് കാര്യം? മോക്ഷം നേടാൻ തോന്നിയിട്ടില്ല. മുക്തി കാരണം. വീര്യം നപും സ്വസ്ഥിരവേഗനിഷ്കൃതം. നല്ല വീര്യമുള്ള ആളാണ് കാർത്തവീര്യാർജുനൻ. പക്ഷേ അയാൾക്കും ആയസ് നിർണയമില്ല. അങ്ങനെ നഹിദ്വിതീയോ ഗുണസംഗവർജിത. നഹിദ്വിതീയ ഗുണസംഗവർജിത. സനകാദികൾ ഉണ്ട്, പക്ഷേ അവർക്ക് സംഘം എതിരുന്നില്ല. കുറച്ച് പ്രേമമുള്ള ആളെ വിവാഹം കഴിക്കാവൂ. ജ്ഞാനി പോലുള്ള ആളെ വിവാഹം കഴിച്ചിട്ട് പ്രയോജനമില്ല, പെറ്റനെല്ലാം വിട്ടുപോകും. ക്വചിച്ചിരായും നഹി ശീലമ. ദീർഘമായ ആയുസമുള്ള മാർക്കണ്ഡേയനോട് ഉണ്ടായിരുന്നു, പക്ഷേ നല്ല ശീലം അത്ര ഇല്ല പറയുന്നു. ക്വചിത് തദപ്യസ്തി നവേദ്യമായുഷ. ആയുസ് ഉണ്ടായാലും പക്ഷേ ശീലമുണ്ടായിട്ടും ആയുസ് ഇല്ല. ഹിരണ്യാക്ഷൻ മുതലായവർ. എത്രോ ഭയം കുത്തച്ച സൗമ്യമംഗള. രണ്ടും ഉണ്ടായിട്ട് നല്ല ആയുസമുണ്ട്, ശീലമുമുണ്ട്. ആരാണ്? മഹാദേവൻ. പക്ഷേ വേഷം നന്നായിട്ട് ധരിച്ചിട്ടില്ലേ. എല്ലാത്തിലും പാമ്പണിഞ്ഞ് വന്നിരിക്കുന്നു. പാമ്പണിഞ്ഞ് അന്ന് ഒരാളെ വിവാഹം കഴിക്കാൻ പറ്റുമോ? വാച്ചിന് പകരം പാമ്പ്, മോതിരത്തിന് പകരം, ചെയിനിക്ക് പകരം പാമ്പ്, ബെൽറ്റിന് പകരം പാമ്പ്. കുടുംബം കെട്ടാൻ പോലും ഒരു റബ്ബർ ബെഡില്ല, അവിടെ ഒരു പാമ്പ് വെച്ച് ഇങ്ങനെ കട്ടി വെച്ചിരിക്കുന്നു. അങ്ങനെ ഉള്ള ഒരാളെ വിവാഹം കഴിച്ചാൽ പാണിഗ്രഹണം ചെയ്യാൻ വരുമ്പോൾ പാമ്പ് ആദ്യം കയറി വരും നമ്മുടെ കയ്യിൽ. അത് പറ്റില്ല വിചാരിച്ചു. സുമംഗല കശ്ചന കാക്ഷതേഹിമ. നല്ല മംഗളമായിട്ടിരിക്കുന്ന മഹാവിഷ്ണു ആഗ്രഹിക്കുന്നില്ലേ, പക്ഷേ ആഗ്രഹിച്ച് കഴിഞ്ഞാൽ പിന്നെ വിടില്ലേ. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ഗുണം നോക്കി കുറയൊന്നുമില്ലാതെ ഗോവിന്ദ. ആ മഹാവിഷ്ണുവിൻ്റെ മാറിടത്ത് മാല ചാർത്തി. അങ്ങനെ മാല ചാർത്തിയപ്പോൾ മഹാവിഷ്ണു തൻ്റെ മാറിടത്ത് സ്ഥാനം കൊടുത്തു. പിന്നെ മഹാലക്ഷ്മി സ്ഥാനമാണ്. തതുരസ്വധാമ സംവ്രീഡഹാസ വികസന്നയനേന യാത തസ്യാശ്രിയസ്ത്രിജഗതോ ജനകോ ജനന്യാഃ വക്ഷോണിവാസമകരോത്പരമം വിഭൂതേഃ ശ്രീസ്വാപ്രജാഃ സകരുണേന നിരീക്ഷണേന യത്ര സ്ഥിതൈഃ സാധിപതിം ത്രിലോകാൻ. മാറിടത്ത് വയ്ക്കാൻ എന്താ കാരണം? മഹാലക്ഷ്മി സ്വരൂപമായ പൈസ നമ്മുടെ ഹൃദയസ്ഥാനത്തിൽ വയ്ക്കണം. കരുണാസ്വരൂപിനെ അമ്മയെ ഹൃദയത്തിൽ വച്ചു. എല്ലാവർക്കും ലക്ഷ്മി കടാക്ഷം കിട്ടണമെങ്കിൽ താഴെ ഇരുന്ന പറ്റില്ല, മുകളിൽ നിന്നോട്ടെ വിചാരിച്ച് തൻ്റെ ഹൃദയത്തിൽ വച്ചു. വീണ്ടും പാലാഴി വദനം ചെയ്തപ്പോൾ ഭഗവാൻ ധന്വന്തരി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനു മുമ്പ് വാരുണി ഒരു ദേവി വന്നു. അത് ഒരു കുടിക്കുന്ന സാധനമാണ്, അത് അസുരന്മാർക്ക് കൊടുത്തു. അതുകൊണ്ടാണ് ഇപ്പോഴും ആ പരമ്പരയിലുള്ളവർ അത് കുടിച്ചുകൊണ്ടിരിക്കും. സന്ധ്യാസന്ധ്യ എല്ലാം പോകുന്നുണ്ടല്ലോ. ആ വാരുണി ദേവി അസുരന്മാരുടെ കയ്യിൽ കൊടുത്തു. പിന്നെ ഞാൻ ധന്വന്തരി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ധന്വന്തരിയെ കണ്ടപ്പോൾ ദേവന്മാരൊക്കെ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ ഭേഷജാത് നശ്യന്തി സകലാരോഗ സത്യം സത്യം വദാമ്യഹം. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശയാ ശേഷാ ആസു ധന്വന്തരേ ഹരേ. എല്ലാവരും ധന്വന്തരിയെ പ്രാർത്ഥിച്ചപ്പോൾ അസുരന്മാർ എന്ത് ചെയ്തു? ധന്വന്തരി ഭഗവാന്റെ കയ്യിൽ നിന്നും അമൃതകളസം തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. ദേവന്മാർ സ്ഥിതി കഴിഞ്ഞ് നോക്കുമ്പോൾ അസുരന്മാരിലെ അമൃതവും ഇല്ല. വീണ്ടും കറഞ്ഞു അവർ. അപ്പോഴാണ് ഭഗവാൻ വിചാരിച്ചു, എല്ലാവർക്കും കൊടുക്കണം വിചാരിച്ചാൽ ഞാൻ കൊണ്ടുവന്നു, എൻ്റെ കയ്യിൽ തട്ടിപ്പറിച്ചില്ലേ, ഞാൻ തിരിച്ച് കൊണ്ടുവരാൻ തീരുമാനിച്ച് അടുത്ത ക്ഷണം ഒരു മോഹിനി രൂപം സ്വീകരിച്ചു. യോഷിത് രൂപം അനുദ്ദേശം ദധാര പരമാദ്ഭുതം. ഒരു മോഹിനി രൂപം സ്വീകരിച്ച് അസുരന്മാരുടെ ഇടയിൽ ചെന്നപ്പോൾ അവർക്ക് അമൃതം കിട്ടിയിട്ട് എന്ത് പ്രയോജനം? പരസ്പരം വഴക്കാണ്. എനിക്ക് തരൂ, എനിക്ക് തരൂ, എനിക്ക് തരൂ.
അവരുടെ മോഹിനിയെ കണ്ടപ്പോൾ മോഹിനിയോട് പറഞ്ഞു, കുട്ടി നീ ആരാണ്? കാത്തം കഞ്ചവള സാക്ഷി കുതോവാ കിംചികേശസി, ഞങ്ങൾക്ക് ഈ അമൃതം ഒന്ന് വിളമ്പിത്തരാവോ ചോദിച്ചപ്പോൾ മോഹിനി പറഞ്ഞു, എനിക്ക് വിളമ്പിത്തരാൻ കുഴപ്പമില്ല, പക്ഷേ വേണ്ടപ്പെട്ട ആൾക്ക് കൂടുതൽ കൊടുക്കും, വേണ്ടാത്ത ആൾക്കൊന്നും കൊടുക്കില്ല, സമ്മതമാണോ? സത്യം പറഞ്ഞപ്പോൾ സരി സമ്മതം പറഞ്ഞ് അവർ അമൃതം കൊടുത്തു. അമൃത കലശം വാങ്ങിയ ഭഗവാൻ അസുരന്മാരോട് ഇരുന്നോളാൻ പറഞ്ഞത്. അവരുടെ ദേവന്മാർ അടുത്ത് വന്നു. ഒരാൾ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കഴിച്ചാൽ എന്താവും? വയറുവേദന വരും. അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടാൽ നോക്കുന്ന ആൾക്ക് കുറച്ച് ലേശം കൊടുത്തത് വേണ്ട ചോദിക്കണം, വേണ്ട പറഞ്ഞാലും കുറച്ചുകൂടി 2 പ്രാവശ്യം ചോദിച്ചാൽ ശരി തരൂ. കാപ്പി വേണോ ചോദിച്ചാൽ വേണ്ടാൻ പറയും. പിന്നെ ഒരു അര ഗ്ലാസ് കൊടുത്താൽ മതി, കുറച്ച് തിന്നാൽ മതി പറയും. അതുപോലെ ഇവിടെ ദേവന്മാർ നോക്കിയിരിക്കുക നമ്മൾ മാത്രം അമൃത് കഴിച്ചാൽ നമുക്കതിൻ്റെ ഗുണമുണ്ടാവില്ല. അതുകൊണ്ട് ഈ അമൃതം കഞ്ഞി പോലെ ഒരു സാധനമാണ്. മുകളിൽ കൂടുതൽ വെള്ളവും താഴെ കട്ടിയായിട്ടിരിക്കുന്നു. ഈ വെള്ളമായിട്ടിരിക്കുന്ന സാധനം ദേവന്മാർക്ക് വിളമ്പി കൊടുക്കാം. അടിയിലുള്ള കട്ടിയായിട്ടുള്ള സാധനം നിങ്ങൾക്ക് തരാൻ പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് അസുരന്മാരും ഇരുന്നു. ദേവന്മാർ ഇരുത്തി ഭഗവാൻ ആദ്യം ദേവന്മാർക്ക് വിളമ്പാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു അസുരൻ നോക്കി, അവിടെ വിളമ്പി കഴിഞ്ഞ് ഇവിടെ വരും ആ പാത്രത്തിൽ ഉണ്ടാവുമോ സംശയം. കാരണം പാത്രം ചെറുതാണ്, ദേവന്മാരോ 33 കോടി പേരാണ്, നമുക്ക് കിട്ടുമോ സംശയമായി. അതിലൊരു അസുരൻ എന്തു സ്വന്തം ഇല എടുത്ത് തൻ്റെ പ്ലേറ്റോ അത് എടുത്തു ദേവന്മാരുടെ വരിയിൽ കുത്തി കയറി. ഇതാണ് അസുര സ്വഭാവം. ക്യൂവിൽ ചെന്നാൽ അത് ദേവസ്വഭാവം, ക്യൂവിൽ പോവാതെ ഇടയിൽ കുത്തി കയറിയാൽ അത് അസുര സ്വഭാവം. അങ്ങനെ ഇടയിൽ കയറിയപ്പോൾ ഭഗവാൻ വിളമ്പി കൊടുത്തു. ഭഗവാൻ വിളമ്പിയ ഉടനെ തന്നെ എടുത്ത് കഴിച്ചു. അപ്പോൾ ദേവന്മാർക്ക് മനസ്സിലാക്കി അസുരനാണെന്ന് പറഞ്ഞു കൊടുത്തു. ഉടനെ ചക്രം കൊണ്ട് ഭഗവാൻ ശിരസ് കൊയ്തു. പക്ഷേ എന്നിട്ടും മരിച്ചിട്ടില്ല. അമൃതം കൊണ്ട് കഴിച്ചത് കൊണ്ട് തലയും ജീവിച്ചിരിപ്പുണ്ട്, ശരീരവും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഭഗവാൻ ഒരു പാമ്പിൻ്റെ തലയും വാളും വെട്ടിപ്പിടിപ്പിച്ച് രാഹു കേതു 2 ഗ്രഹമാക്കി മാറ്റി ഭഗവാൻ. ഇത് വീണ്ടും ദേവാസുര യുദ്ധം തുടങ്ങി. ദേവാസുര യുദ്ധം തുടങ്ങിയപ്പോഴാണ് ഭഗവാൻ നാരദനെ പറഞ്ഞു വിട്ടു. നാരദനെ പറഞ്ഞു വിട്ടപ്പോൾ നാരദൻ അവിടെ വന്ന് ഒരു നാമജപം നടത്തി. ജയ് ജയ് ഗോവിന്ദ ജയ ഹരി ഗോവിന്ദ ജയ് ജയ് ഗോവിന്ദ ജയ ഹരി ഗോവിന്ദ ജയ് ജയ് ഗോവിന്ദ ജയ ഹരി ഗോവിന്ദ ജയ 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 ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ 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 ഗോവിന്ദ ജയ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ഹരി ഗോവിന്ദ രാധേ ഗോപാല രാധേ ഗോവിന്ദ രാധേ ഗോപാല 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 രാധേ ജയ ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ഗോവിന്ദ. നാമജപം ചെയ്തു. ദേവന്മാരെയും അസുരന്മാരെയും സമാധാനം ചെയ്തു. ദേവന്മാരോട് പറഞ്ഞു, ഭഗവദ്ഭീർ അമൃതം പ്രാപ്തം നാരായണ ഭജാശ്രീഹി. ഭഗവാനെ ആശ്രയിച്ച് അമൃതം കിട്ടിയിട്ട് പിന്നെ എന്തിനാണ് വഴക്ക് കൂടുന്നു? നിങ്ങൾ പോയിക്കോളൂ, ദേവലോകത്തിൽ അപ്സരസ് ഡാൻസ് നോക്കാൻ പോയിക്കോളൂ പറഞ്ഞ് അവരെ പറഞ്ഞു കൊടുത്തു. പിന്നെ അസുരന്മാരോട് പറഞ്ഞു, നിങ്ങളൊക്കെ സ്വയം ബലമുള്ളവരാണ്, അവരുടെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല പറഞ്ഞ് അവരെയും സമാധാനം ചെയ്തു. ഇങ്ങനെ ദേവാസുരന്മാരെ സമാധാനം ചെയ്ത നാരദൻ ഇതിനെ കൈലാസത്തിൽ ചെന്ന് മഹാദേവനോട് പറഞ്ഞു, മോഹിനി അവതാരം കണ്ടുപോകുമോ ചോദിച്ചു. ഇല്ലേ, അവശ്യം കാണേണ്ടതാണ്. ആ ഭഗവാന്റെ മോഹിനി രൂപത്തിൻ്റെ ഭംഗി എന്നെക്കൊണ്ട് പറയാൻ സാധിക്കുന്നില്ല പറഞ്ഞപ്പോൾ മഹാദേവനക്ക് പോലും മോഹിനിയെ കാണാൻ തോന്നി. അദ്ദേഹം പുറപ്പെട്ടു. അപ്പോൾ പാർവതി ജ്ഞാനം വരട്ടെ ചോദിച്ചു. ശരി വന്നോളൂ പറഞ്ഞു. പിന്നെ മഹാഗണപതി, സുബ്രഹ്മണ്യസ്വാമി, ഭൂതഗണങ്ങൾ എല്ലാവരെയും വിളിച്ചുകൊണ്ടാണ് ഇവിടെ വരുന്നത് മഹാദേവൻ. എന്താ കാരണം? നമ്മുടെ വീട്ടിൽ ഒരു നല്ല മഹാത്മാ ഭാഗവതം ഉണ്ടെങ്കിൽ അവർ മൂലം എല്ലാവർക്കും ഭഗവാന്റെ ദർശനം കിട്ടും. അതുകൊണ്ടാണ് ഭഗവാൻ എല്ലാവരും വിളിച്ചുകൊണ്ട് അവിടെ വന്നു. മോഹിനിവതാരം കാണാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ വരാൻ പറഞ്ഞ് ഭഗവാൻ പോയി വന്നില്ല.
ആ സമയത്താണ് ഒരു പെൺകുട്ടി പാട്ടുപാടി പന്ത് കളിക്കുന്നത് കണ്ടു. ആ പന്ത് മഹാദേവൻ്റെ അടുത്ത് വന്നപ്പോൾ ആ പന്ത് കൊടുക്കാൻ പോയപ്പോഴാണ് ആ പെൺകുട്ടി ഓടുന്നു. പുറകിൽ മഹാദേവൻ പോയി ആ പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് നോക്കുമ്പോഴാണ് പെൺകുട്ടിയില്ലേ മഹാവിഷ്ണു, നിങ്ങളാണോ? ഇതുപോലെയാണ് അന്ന് അസുരന്മാരെ മോഹിപ്പിച്ചു പറഞ്ഞത്. ഈ സമയത്താണ് മഹാവിഷ്ണു മോഹിനി രൂപത്തിലിരിക്കുന്ന ഭഗവാന്റെ ശരീരത്തിൽ നിന്നും ഒരു തേജസ്സും, അതേപോലെ മഹാദേവൻ്റെ ചൈതന്യ ശരീരത്തിന് ഒരു തേജസ്, രണ്ട് തേജസ് ഒന്നിച്ച് ചേർന്ന് ധർമ്മശാസ്താവിൻ്റെ അയ്യപ്പൻ്റെ അവതാരം ഉണ്ടായി എന്ന് പുരാണാന്തരത്തിൽ വർണ്ണിക്കുന്നു. അങ്ങനെ മോഹിനി പോലും മയങ്ങിയ കപട യുവതിവേഷോ മോഹയന്യസുരാരീൻ തമഹം പതൃതാനാം കാമപൂരം നതോസ്മി. ആ മോഹിനിയെ നമസ്കരിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പാലാഴി വചനം സമർപ്പിക്കുന്നു. ഇതൊരു കഥ പോലെ പറഞ്ഞാലും ഇതൊരു യോഗരഹസ്യം എന്നാണ് ഗുരുനാഥൻ പറയുന്നത്. ദേവാസുരന്മാർ പാലാഴി പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ ശരീരം തന്നെയാണ് പാലാഴി. നമ്മുടെ നെട്ടല്ലാണ് ആ മേരുപർവ്വതം, മന്ദരപർവ്വതം. നെട്ടല്ലിൽ ചുറ്റിരിക്കുന്ന സുഷുമ്ന പേരുള്ള നാഡി, അതാണ് വാസുകി അവിടെ ചുറ്റിരിക്കുന്നു പറയുന്നത്. യോഗം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ 6 ചക്രം, മൊത്തം 7 ചക്രം, മൂലാധാരം, സ്വാധിഷ്ഠാനം എന്നുള്ള 7 ചക്രങ്ങൾ, 6 ചക്രങ്ങളുണ്ട്. ആ വഴി കൂടി കുണ്ടലിനി ശക്തി പുറപ്പെടുന്നതാണ്. ഇവിടെ മൂലാധാരത്തിൽ മഹാഗണപതി എന്ന് പറയാൻ കാരണം മഹാഗണപതിയെ പൂജിക്കാതെ ദോഷമൊക്കെ ഉണ്ടായി. അങ്ങനെ കൂർമ്മരൂപത്തിലാവണം യോഗം ചെയ്യുന്നവർ. എന്താ അർത്ഥം? കൂർമ്മം പോലെ ഇന്ദ്രിയ നിഗ്രഹം വേണം. യോഗം ചെയ്യുന്ന സമയത്ത് ഗുരു വേണം. ഗുരു ഇല്ലാതെ സ്വന്തമായിട്ട് യോഗം ചെയ്താൽ അത് രോഗമായി തീരും. അതാണ് ഇടയ്ക്ക് വിഷം വന്നു എന്ന് പറയാൻ കാരണം. പിന്നെ ദക്ഷിണാമൂർത്തിയായ മഹാദേവൻ അത് വിഷം അടക്കി വച്ചു. വീണ്ടും യോഗം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സിദ്ധികൾ ഉണ്ടാവും, അഷ്ടസിദ്ധികൾ ഉണ്ടാവും. അതാണ് ഇവിടെ അഷ്ടമംഗളദ്രവ്യങ്ങൾ. ആന, കുതിര, കൗസ്തുഭം, പാരിജാതം എന്നൊക്കെ 8 ദ്രവ്യങ്ങളുണ്ടായി. പിന്നെയാണ് മഹാലക്ഷ്മി ആവിർഭവിക്കുന്നു. പിന്നെ അമൃതം വന്നപ്പോൾ അമൃതം ദേവന്മാർക്ക് കിട്ടി, ഓരോരാൾക്ക് ഓരോന്ന് കിട്ടി. അവസാനം അമൃതം ആരാണ് ചോദിച്ചാൽ ഭഗവാൻ തന്നെയാണ് അമൃതം. ഈ ദേവന്മാരും അസുരന്മാരും സിദ്ധികളിൽ മയങ്ങി യോഗത്തിൻ്റെ പരമലക്ഷ്യമായ ഭഗവാനെ പ്രാപിച്ചത് മഹാദേവനാണ് പറഞ്ഞുകൊണ്ടാണ് ഈ യോഗരഹസ്യം ഇവിടെ കഥയായിട്ട് ചിത്രീകരിച്ചു. ഇനി വാമനാവതാര ചരിത്രം നമുക്ക് വൈകുന്നേരം കേൾക്കാം. പാരായണത്തിൽ നമുക്ക് കൃഷ്ണാവതാരമാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.